അങ്ങനെ അവിടെ കഴിഞ്ഞൊരു 100 അടിച്ചു മാറ്റിയേ പരിപാടി. എടി ഒരു 1000 രൂപ മതി. അല്ല അത്യാവശ്യ കാര്യത്തിനായതുകൊണ്ടല്ലേ. അയ്യോ മീറ്റർ വർഷം. അതേടെ മക്കളെ, ഈ വർഷം മീറ്റർ തന്നെയാ. എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ മുതലിന്റെയും പലിശയുടെയും മീറ്റർ ഓടുക തന്നെ ചെയ്യും. എടി വർഷേ 2 അടവല്ലേ തെറ്റിട്ടുള്ളൂ, ഒന്ന് ക്ഷമിക്കടേ. അടവ് 2 തെറ്റിട്ടുള്ളൂ, പക്ഷെ അതിന് നീ പ്രയോഗിക്കുന്നത് 19 അടവുകളാ. അതെനിക്ക് അറിയാം മോനെ. എന്റെ കാർത്തികേ, ഈ മീറ്റർ ഇങ്ങനെ ഓടിക്കാതെ ആ ഇടപാടങ്ങ് തീർത്തേ. അയ്യോ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് മൺഡേ നിന്റെ മുതലും പലിശയുടെ പലിശ അതിന്റെ കൂട്ട് പലിശ പലിശയും പൈസയുടെ പലിശയും എല്ലാം കൂടെ കൊടുത്തരും. പിന്നെ പലിശ അതപ്പ നോക്കാം. തൽക്കാലം നീ പലിശ അടച്ചിട്ട് പോണ മോനെ. അതെ, നിസ്സാരമായ ഒരു പലിശയുടെ പേരിൽ അവന്റെ അപകടകരമായ മേഖല നീ കൈവെക്കരുത്. അവൻ എപ്പോഴാ പ്രതികരിക്കുന്നത് പറയാൻ നോക്കുകയല്ല. എന്റെ ഭഗവതി വിട്ടു. അതാരാ അവിടെ നീ 333 രൂപ മര്യാദക്ക് തന്നിച്ചു പോയ മോനെ കാർത്തികേ. പലിശ 300 രൂപയിലേ ഉള്ളൂ, പിന്നെന്താടി 333 രൂപയുടെ കണക്ക്? അതെ, തോന്നുമ്പോ എന്റെ മൊബൈൽ എടുത്ത് SS ഗായത്രി എന്ന് സെൻഡ് ചെയ്യുമ്പോ ഓർക്കണായിരുന്നു. 11 × 3 33 എന്റെ പ്രീപെയ്ഡ് അക്കൗണ്ടിൽ കുറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നിന്റെ അമ്മൂമ്മ തരുമോ? അയ്യോ തീർച്ചയായിട്ടും തരില്ല മോളെ. ആ തള്ളയുടെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് 1.5 കൊല്ലമായി. ആ കണക്ഷൻ അന്നേ കട്ടായതാ. ഒന്ന് നിർത്തിക്കടാ ഒന്ന്. കാർത്തികേ, ഈ അപമാനം എനിക്ക് ഒരിക്കലും താങ്ങാൻ നോക്കുകയല്ല. നിന്റെ കയ്യിൽ എത്ര ഉണ്ടാകും? എടുക്കണ അങ്ങനെ നീ ഒരു 100 രൂപ എടുത്ത് എന്റെ പൊന്നു മോളല്ലേ, എന്തായാലും സഹായിക്കാം. എന്തായാലും ഉണ്ടെങ്കിൽ എടുക്ക്. 333 കുലുവയുടെ കേസല്ലേ ഉള്ളൂ, എണ്ണാനൊന്നും സമയമില്ല. 400 തികച്ചുകൊണ്ട് ചേട്ടാ, ഈ ഉണ്ടംപൊരി എടുത്ത് കളഞ്ഞേക്കട്ടെ. 3-4 ദിവസം ആയതാ. 3-4 ദിവസമല്ലേ ആയുള്ളൂ. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വരുന്നുണ്ട്, അത് അവർക്ക് കൊടുക്കാം. നീ ചായ അടിച്ചോ. എങ്ങനെ ചായ അടിക്കാനാ? പാലില് മുഴുവൻ വെള്ളം. എടോ, ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ 4/3 ഭാഗം വെള്ളം, മനസ്സിലായോ? എന്നിട്ടാണ് ഈ പാലിന് കുറച്ച് വെള്ളം കൂടിയതിന് നീ കൂടുതൽ വാചകം അടിക്കേണ്ട, ചായ അടിച്ചാൽ മതി. ഈടാ എന്റെ ഒറ്റ ഒരുത്തന്റെ ബുദ്ധി കൊണ്ടാടാ നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. ഞാൻ ആ മാരത്തോൺ നടത്തിയോണ്ടാ ഇപ്പൊ ഇവിടെ ഒന്ന് പുട്ടടിക്കാൻ പറ്റുന്നത്. വൈകിട്ട് ബീറടിക്കാനുള്ള കാശ് ഒപ്പി. റീചാർജിനുള്ള കാശ് മാറ്റി വെച്ചേക്കണം. ഗായത്രിക്ക് എലിമിനേഷൻ റൗണ്ടാ, കുറച്ചുകൂടി SMS എനിക്ക് അയക്കണം. കേട്ടല്ലോ, 4 ചായ 2 ഐസ്ക്രീം. അടിച്ചോ അടിച്ചോ. ഹലോ, ഒരു സിപ്പ് വരുമോ? ചേട്ടനാണ് ഇവിടുത്തെ ഫുഡ് മൊത്തം കഴിക്കുന്നത്, ശ്വാസം വിടാൻ പാടില്ല ചേട്ടാ. എന്റെ ഈശോയെ, ആ ഗായത്രി ഇവനൊന്ന് പ്രേമിച്ചിട്ട് ഇവര് തമ്മിൽ ചേർന്നൊരു ഡ്യുവറ്റ് പാടുന്ന കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവൂടാ. എൻ്റെ മക്കളെ, ഈ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നതേ ഈ മുമ്പിലിരിക്കുന്ന ചായ പോലെ. ഇത് ചൂടോടെ കുടിച്ചാൽ നന്ന്. ചൂടാറി കഴിഞ്ഞാൽ കാശിന് ഇത് കൊള്ളൂല. അതുകൊണ്ട് കയ്യോടെ 2 കൽപ്പിച്ച് ഇറങ്ങിക്കോളൂ. ഈ CMന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. CMO? മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്താ റോള്? എടാ മക്കളെ, അങ്ങോട്ട് CM ആയിട്ട് 2 വർഷം ആയിട്ടുള്ളൂ. അതേ സമയത്ത് ഈ ചന്ദ്രമണി CM ആയിട്ട് അടുത്ത ചിങ്ങത്തിൽ 56 വയസ്സാവും. എന്നാ ബഹുമാനപ്പെട്ട CM, നമ്മുടെ ഈ കാർത്തിക്കിന് വേണ്ടി ഗായത്രി എന്ന ഗായികയുടെ മനസ്സ് കീഴടക്കാൻ പറ്റി എന്തെങ്കിലും ഒരു വിദ്യ ഉണ്ടെ പറഞ്ഞു. കീഴടക്കാൻ സഖ്യപർവ്വതമൊന്നും അല്ലല്ലോ. നീ അങ്ങോട്ട് നേരെ ചെന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. മോളെ, നമുക്കൊരു കുഞ്ഞിക്കാല് കാണണ്ടേന്ന്. കാശ് വേണമെങ്കിൽ വാ CM. വന്നു നമ്മുടെ കോളേജിൽ വന്നു, പ്രിൻസിപ്പലിനെ കാണാൻ വന്നു. ആര് വന്നു? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ പ്രിൻസിപ്പാളിന്റെ റൂമിൽ ആ റിയാലിറ്റി ഷോയുടെ പ്രൊഡ്യൂസർ ഉത്തമം വെള്ളാടിക്കാരൻ വന്നു. വെള്ളവടി അല്ലടാ, വെള്ളായണി. ഉത്തമം വെള്ളായണി. സമയത്ത് തന്നെ ചിന്ത. എന്നാ വേഗം വേണം, നമുക്ക് അയാളെ ഒന്ന് കാണാം. ഇതെന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണേ. ഹലോ. ഇതാ ഹലോ. എന്റെ പൊന്നെ, ഓട്ടോറിക്ഷ എന്ത് പറയാണ്ടേത്? അയ്യോ പേടിക്കണ്ട സാറേ, ഞങ്ങൾ ഖരാബ് ചെയ്യാനൊന്നും വന്നതല്ല. സാറിന് ഇന്നറിയ പ്രോഗ്രാം ഉള്ളതാ. 1:30 അർച്ചന സ്റ്റുഡിയോ, 2:30 ചാനൽ മീറ്റിംഗ്, ഷാർപ്പ് 4:30 വിമൻസ് കോളേജ്. അതെ, ഈ വിമൻസ് കോളേജിൽ എന്നാ പ്രോഗ്രാം? അങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാം തിരുമല്ലേ സാറേ, ഞങ്ങളൊക്കെ സിംഗർ സ്റ്റാർ പ്രോഗ്രാമിന്റെ ഫാൻസാ. പ്രോഗ്രാം കലക്കുന്നുണ്ട്. സൂപ്പർ പരിപാടിയാണ്. താങ്ക് യു സാർ. പ്ലീസ് ഒരു ഉപകാരം ചെയ്യോ സാർ? എന്താ? ആ പ്രോഗ്രാമിലെ ഗായത്രിയുടെ സെൽ നമ്പർ ഒന്ന് കിട്ടിയാ we just want to congratulate her. What a marvelous and sweet voice, sir. അത്രേ ഉള്ളൂ, ഞാൻ തരാമല്ലോ. ആ മൊബൈലിൽ ഒന്ന് നോട്ട് ചെയ്തു. ഇതെങ്ങനെ ഉപകാരവും ഉപദ്രവല്ലേ? തന്നെയുമല്ല, എന്റെ മെമ്മറിൽ ആ കുട്ടിയുടെ നമ്പരുമില്ല. പക്ഷേ ഡയറി കാണും.
തിരുമലേ എന്തോ തിരുമല്ലേ അങ്ങനെ പറഞ്ഞു ഒഴിവാക്കരുത് സാർ പ്ലീസ്. ഇവന്റെ അന്ത്യാഭിലാഷമല്ല സാറേ, ഒന്ന് സഹായിച്ചു കൊടുത്തു. പ്ലീസ് അതിന് ഫോൺ നമ്പർ എന്തിനാ? റീത്ത് പോരെ അല്ലേ സാർ? അത് മതി. പ്ലീസ് സർ. ഡിയർ ഫ്രണ്ട്സേ, ഞാൻ ഒരു വട്ടം പറഞ്ഞുവല്ലോ, ഇനി അത് ആവർത്തിക്കണോ? നിങ്ങൾ അവരെ നേരിട്ട് മീറ്റ് ചെയ്ത് വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ തൂങ്ങിച്ചെത്തോളൂ. ഓഹോ, അപ്പൊ ഫോൺ നമ്പർ തരില്ലല്ലേ? എന്താന്ന്? ഫോൺ നമ്പർ തരില്ല അല്ലേന്ന്? തന്നില്ലെങ്കിൽ ഒന്ന് പോന്ന കാണട്ടെ. പോയാല ഒന്ന് പോന്ന കാണട്ടെ. നീയല്ലേ പറഞ്ഞ പോകുന്ന കണ്ടെന്ന്? അതെ, പോകുന്ന കാണുകയല്ലേ, നല്ല രസമുണ്ടല്ലേ? ഇത് വലിയ ശല്യമായല്ലോ. ശരി, എഴുതിക്കോ. നിങ്ങളായതിന്റെ പേരിൽ തരികയാണ്. മിസ്യൂസ് ചെയ്യല്ലേ സാർ? അമ്മ സത്യോട്ടും ചെയ്യില്ല. 9846100100. A lot of thanks sir. സാറിന് ഒരു പെട്ടി ഓട്ടോറിക്ഷ നിറയെ ഒരു ലോഡ് താങ്ക്സ് ഇവർ തന്നിരിക്കുന്നത്. ഓ, ഞങ്ങൾ വിളിച്ചവർ ഫോൺ എടുക്കോ സാർ? പിന്നെ ആര് വിളിച്ചാലും എടുക്കും. അതവരുടെ ഡ്യൂട്ടി അല്ലേ. വിളിക്കുന്നിടത്തേക്ക് പാഞ്ഞെത്തിയെന്നും വരും. Thank you sir. വരട്ടെ. വരും വരും. സാറിനെ പൊന്നുപോലെ നോക്കണേ, ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത്. Thank you sir. Thanks a lot. Bye. Okay, bye. ഫോൺ എടുത്ത് വിളിക്കണം മോനെ. വിളിക്കട്ടെ മോനെ. പിടി. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഹൈവേ പോലീസ് ഹിയർ. ഹലോ, ഞാനൊരു ജെനുവിൻ ഇൻഫോമറാ. ഓതന്റിക് ആയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സർ. സർ, ട്രിവാൻഡ്രം കൊല്ലം ഹൈവേ റൂട്ടിൽ ഒരു കറുത്ത സ്കോർപ്പിയോ കടന്നു പോകുന്നുണ്ട്. ആ വണ്ടിയുടെ നമ്പർ MZ143 സർ. ഒരു ടെലിവിഷൻ ചാനലിന്റെ പേര് പറഞ്ഞാണ് അയാൾ ചെക്ക് പോസ്റ്റുകൾ കടന്നിരിക്കുന്നത്. കാറിന്റെ സീറ്റിന്റെ കുഷനുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ബ്രൗൺ ഷുഗറും ഹെറോയിനുമാണ് സർ. സീറ്റുകൾ സാറ് കുത്തിക്കീറി പരിശോധിച്ചാൽ സംസ്ഥാനത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ നാർക്കോട്ടിക് കേസായിരിക്കും ഇത്. യു ക്യാൻ ഫസ്റ്റ് ട്രേസ് ഹിം സർ. സാർ, അതല്ലല്ലോ സാറേ ഗായത്രിയുടെ നമ്പര്. അത് ഞാൻ അവന്മാരിക്കിട്ടൊരു പണി കൊടുത്തതല്ലേ. എന്തിന്? അത് ഹൈവേ പോലീസിന്റെ നമ്പറല്ലേ. അവന്മാരിപ്പോ ഇടികൊള്ളുന്നുണ്ടാവും. ഓ, ഈ സാറിന്റെ ഒരു തല. തിരുമലേ, പിന്നെ തിരുമലേ. എന്താ സാറേ? എന്താ എന്താ ഇതാ പറയുന്ന ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന്. തിരുമലേ, തിരുമലേ, നീ ഒന്ന് മനസ്സിലാക്കിക്കോ. എടാ, ഇതാ ഏത് കാര്യത്തിലും ഒരു ദീർഘവീക്ഷണം വേണമെന്ന് പറയുന്നത്. ഞാൻ അടിയിൽ ഈ ബർമുഡ ഇട്ടത് കൊണ്ട് അഭിമാനം പോയില്ല. ഈ അണ്ടർവെയർ ഇട്ട് നിന്നെ കണ്ടാൽ ഉറപ്പിച്ച കല്യാണം മുടങ്ങിയത് തന്നെ. ഓ, പോയി കണ്ടോട്ടല്ലേ സാർ? പോയി കണ്ടോളൂ. രണ്ടാള് പോയാ മതി. ഞാൻ വീട്ടിൽ പോട്ടെ. രണ്ട് തന്നാലുണ്ടല്ലോ. ദേ നോക്ക് സാറേ, നമ്മളെ പരിപ്പെടുത്തവന്മാര് വരുന്നു. വിതിൻ 10 minutes ഞാൻ രണ്ടുപേരും റിലീസ് ചെയ്ത് തരാം. ഇവന്റെ അങ്കിളാ സ്ഥലത്തെ DYSP. അപ്പൊ ഇവനാണ് DYFIയോ? അപ്പൊ പിന്നെ പുറത്തു പോകാൻ എളുപ്പമല്ലേ? തിരുമലേ, ഓ കൊടുത്തേക്കാമേ. നമ്പര് മാത്രമല്ല, ഹോട്ടലിന്റെ പേരും. Excuse me. ഈ മ്യൂസിക് ഡയറക്ടർ യമുന പ്രസാദ് റൂം നമ്പർ 201. ഓക്കെ, താങ്ക് യു. ഗായത്രി മാഡത്തിന് റൂം നമ്പർ 301. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഒന്ന് വിളിച്ചു ചോദിച്ചോട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടാ വരുന്നത്. ഇത് ആരാന്നാ വിചാരിച്ചത്? ആരാണെന്ന്? ഇതൊക്കെ ഒരു നാക്കല്ല, നാക്ക്.
എന്തൊരു ചൊറിച്ചില്. ഇവന്മാർക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തൂടെ? ഈ വേഷം എങ്ങനെയുണ്ട്? ഇതിന് ശേഷമുള്ള കാര്യം കൂടെ അറിയട്ടെ, എന്നിട്ട് ഈ വേഷത്തിന്റെ വിശേഷവും സുവിശേഷവും ഞാൻ പറയാം. പോകാം. ഇതല്ല അത്. യെസ് കം ഇൻ. ഹായ് മാഡം. ഹായ് മാഡം. ഗായത്രിയുടെ ചേച്ചിയല്ലേ? അതെ. എന്താ മാഡത്തിന്റെ പേര്? മഹേശ്വരി. പേര് പോലെ തന്നെ പാർവതി ദേവിയുടെ ഐശ്വര്യമുണ്ട് ചേച്ചിക്ക്. എന്റെ മുത്തശ്ശിയുടെ പേര് മഹേശ്വരി എന്നായിരുന്നു. ഒടുവിൽ മഹോദരൻ പിടിപെട്ട് മഹാചികിത്സ നടത്തി മഹാസമാധി അടയായിരുന്നു. മാഡം പ്ലീസ്. അയ്യോ, കുറച്ച് ഇങ്ങോട്ട് മാറി. ഗായത്രി മേഡം അവിടെ ബാത്റൂമില്ല. സാധകം ചെയ്യാതിരിക്കല്ലയോ? വല്ല കുളത്തിലോ പുഴയിലോ ഇറങ്ങി വരാല് വെള്ളം ഇറക്കുന്ന പോലെ ചെയ്തിട്ടേ കാര്യമുള്ളതാണ് സെബാസ്റ്റ്യൻ വലിയ വലിയ ഭാഗവതർ പറഞ്ഞിട്ടുള്ളത്. മാഡം എനിക്കൊരു അനുവാദം തരണം. ഞാൻ കാർത്തിക്. ഞാൻ ഗായത്രിയുടെ ഒരു ഫാനും കൂടിയാണ്. ആ ഫാനിൽ കെട്ടിത്തൂങ്ങിച്ചാവാനും മടിയില്ലാത്തവനാണ് ഇവൻ. സോനു, കാർത്തികിന് ഞാൻ എന്ത് സഹായം ചെയ്യണ്ടേ? ഓം തപ് സവിതോർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. ഇതല്ലേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള ഗായത്രി മന്ത്രം. പക്ഷെ ഞാനിത് മാറ്റി എഴുതി. ഗായത്രി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എനിക്ക് അവരുടെ മുമ്പിൽ വെച്ച് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. എന്റെ ഒരു ആഗ്രഹമാണ്. പ്ലീസ് തള്ളിക്കളയരുത്. അതൊന്നും ശരിയാവില്ല. മോളാകെ ടയർഡാ. നിങ്ങൾ പോകൂ. പ്ലീസ് മാഡം പ്ലീസ്. അവന്റെ ഒരു ആഗ്രഹമല്ലേ? പ്ലീസ്, എനിക്കും അതന്നെ പറയാനുള്ളത്. ക്ലിയർ ഔട്ട് ഫ്രം ദ റൂം. അവനൊരു ഗായത്രി മന്ത്രം ചൊല്ലാൻ ഭാവിച്ചപ്പോ മേഡം ഇങ്ങനെയാണെങ്കിൽ മഹാഭാരതം വായിക്കാൻ അവസരം ചോദിച്ചിരുന്നു എന്തായാലും സ്ഥിതി. എന്റെ സ്നേഹം മനസ്സിലുമാണെങ്കിൽ, എന്റെ കവിത സത്യമാണെങ്കിൽ ഞാനിത് ഗായത്രിയെ കേൾപ്പിച്ചിരിക്കും. ഇത് സത്യം സത്യം സത്യം. ലോകനാർക്കാവിൽ അമ്മയാണ് സത്യം. ഇത്രയും നേരമായില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക്. ഇപ്പൊ വരൂ. അതെ, പറയണ്ടോക്കെ അറിയാലോ. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. നീ അവനെ ടെൻഷൻ എടുപ്പിക്കല്ലേ. പ്രിയപ്പെട്ട സഹൃദയരെ, ടെലിവിഷൻ പ്രേക്ഷകരെ, നാട്ടുകാരെ, ഗ്ലോബൽ വിഷനിലെ സിംഗർ സ്റ്റാർ പ്രോഗ്രാമിലെ മികച്ച പെർഫോമറായി പേര് നേടിക്കൊണ്ടിരിക്കുന്ന ഗായത്രി, സിംഗർ സ്റ്റാർ പരിപാടിയുടെ നാടിയെടുപ്പും ഹൃദയത്തുടുപ്പുമായ ഗായത്രിയെ ഫൈനലിൽ എത്തിക്കുവാൻ നിങ്ങളുടെ SMS വോട്ട് കൂടി നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാ ഗായത്രി നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഈ അനുമോദന വാഹന ജാഥയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ഗാനാസ്വാദകരോടൊപ്പം കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ 100 കണക്കിന് വിദ്യാർത്ഥികളുമുണ്ട്. പ്രിയപ്പെട്ട ടെലിവിഷൻ പ്രേക്ഷകരെ, ഗ്ലോബൽ വിഷനിലെ സിംഗർ സ്റ്റാർ പ്രോഗ്രാമിലൂടെ മികച്ച പെർഫോമറായി പേര് നേടിക്കൊണ്ടിരിക്കുന്ന ഗായത്രി ഇതാ ഈ വാഹനത്തിന് തൊട്ട് മുന്നിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയ ഗായിക ഗായത്രിയോടുള്ള ആദര സൂചകമായി കോളേജിന്റെ അഭിമാനവും ബേസിക് റെവല്യൂഷണറി അസോസിയേഷൻ, അതായത് ബ്രായ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ മുന്നണി പോരാളിയും കവിയും സ്നേഹസ്വരൂപനുമായ കാർത്തിക് എന്ന സാമാന്യ പ്രതിഭ എഴുതി ഈണമിട്ട പുതിയൊരു ഗായത്രി മന്ത്രം ഈ ജീപ്പിലെ ലൗഡ് സ്പീക്കറിലൂടെ നിങ്ങൾക്ക് ചെവി തുറന്ന് മനം കുളിർക്കെ കേൾക്കാവുന്നതാണ്. ദയവായി വാഹനങ്ങൾ ഹോണടിക്കാതെയും കച്ചവടക്കാരും യാത്രക്കാരും മൗനമാചരിക്കും ഈ ഗായത്രി മന്ത്രത്തിന്റെ ശ്രോതാക്കളാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. തുടങ്ങിക്കോ. ഗായത്രി മനോഹരി ക്യാമ്പസിന്റെ സ്റ്റാർ സിംഗറെ, ഹേ ഗായത്രി മനോഹരി ക്യാമ്പസിന്റെ സ്റ്റാർ സിംഗറെ, നിൻ ഹമ്മിങ്ങു പോലും എന്റെ നൽഫലുടെയാണു മോളെ, നിൻ ഹമ്മിങ്ങു പോലും എന്റെ നൽഫലുടെയാണു മോളെ, നിന്റെ ഫോർമാറ്റാണു പെണ്ണെ എന്റെ മെസ്സേജ് ആകമാനം, നിന്റെ ഫോർമാറ്റാണു പെണ്ണെ എന്റെ മെസ്സേജ് ആകമാനം. ഏയ് പട്ടേടി സ്വാമി. പട്ടേടിയല്ല, പട്ടേരി. നിങ്ങൾ എന്റെ ജഡ്ജസിന്റെ മുറിയിൽ കയറിയെന്നോ അവരോട് അപമര്യാദയായി പെരുമാറിയെന്നോ തല്ലിയെന്നോ ഒക്കെ കേട്ട്. ഓം ശാന്തി ഓം. ഷാരൂഖ് ഖാന്റെ പടം, ഷാരൂഖ് ഖാന്റെ. ജൂം ബറാബർ ജൂം. താൻ ഷാരൂഖ് ഖാന്റെ പടം പറഞ്ഞ ഞാൻ അമിതാഭ് ബച്ചന്റെ പടം പറയും. പുരാണ പ്രസിദ്ധമായ ന്യായകാണ്ഡത്തിൽ ശൃഗാല വേദാന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശൃഗാലന്മാർ, അതായത് കുറുക്കന്മാരെ മടുവിന് വെട്ടിക്കൊല്ലണമെന്ന് ഭാരതീയ ന്യായ പ്രമാണത്തിൽ പറയുന്നുണ്ട്. ദുശാസനന്മാരെ മാറുപിളർത്തി കൊല്ലണമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ചെയ്തില്ലല്ലോ വത്സല. കേവലം 2 അടിയിൽ ഒതുക്കിയില്ലേ.
രണ്ടടിയൊക്കെ അടിക്കാൻ ഏത് പ്രൈമറി സ്കൂൾ അധ്യാപകനും അവകാശമുണ്ട്. വേണ്ട, സ്വാമിയുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ വല്ല ഹിമാലയത്തിലോ സഹ്യപർവ്വതത്തിലോ മതി. ഇവിടെ വേണ്ട. ഇതേ ഉത്തമൻ വെള്ളായണിയുടെ കളമാ. സോറി വത്സ, സോറി. എന്നാ പിന്നെ ശൃഗാല വേദാന്തം എനിക്ക് തനിക്ക് നേരെയും പ്രയോഗിക്കേണ്ടി വരും. എന്നെ നിങ്ങൾക്ക് അറിയില്ല സ്വാമി. 5.5 വർഷം കളരി, കറാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്, മാഫിയ ശേഷി എന്റെ അമ്മായിയുടെ മകനാ. തിരുമലേ, ഇവിടെ മാറിയേക്ക്. നീ ഉരുക്കുകോട്ടയിലേക്കൊന്ന് ഇടിച്ച് കാണിക്ക്. ഇതിന്റെ പവർ എന്താണെന്ന് സ്വാമി അറിയട്ടെ. ഞാൻ ഇടിക്കണോ സാർ? നിന്നോട് ഞാനല്ല പറഞ്ഞത്, ധൈര്യമായിട്ടിടി. അല്ല, കടുങ്കൈ ഞാൻ ചെയ്യണോ? എടാ ഞാനല്ലേടാ കാര്യരുമ്പാ. ഇടിക്കല്ലേ സ്വാമി? ഓം ശാന്തി. സാറല്ലേ പറഞ്ഞ ഇടിക്കാൻ പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞു അതിനോട്. എന്റെ വയറിന്റെ കേബിൾ മുറിഞ്ഞു പോയി. സോറി സാർ, സോറി. എന്ത് സോറി? എനിക്ക് നന്നായിട്ട് വേദനിച്ചറിയോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. രാധികയുടെ അമ്മയല്ലേ? ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. പുഷ്പയുടെ ചേച്ചിയാ. ഒരു മിനിറ്റ്. ഓ, പുഷ്പയുടെ ചേച്ചിയോ? അതെ, 20-ാം തീയതി ഷൂട്ട് വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. അതെ മാഡം, ഉത്തമൻ തന്നെ. അക്കോമഡേഷനൊക്കെ ഫോർട്ട് ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് പോര്. ഞാനില്ല ഇവിടെ. സാറൊന്ന് വിളിക്കണ്ടെന്ന്, ഉത്തമേട്ടാന്ന് വിളിച്ചാൽ മതി. അതാ എനിക്കിഷ്ടം. ഓക്കെ ഓക്കെ. ഇത് ഓക്കെ. ഫോണിൽ കൂടെ സാറങ്ങ് പൂത്തൊലയാണല്ലേ? നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്, ഞാൻ കാപ്പറിപ്പിക്കാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഓ, ചോദിച്ചോ. നല്ല ചോക എന്നുള്ള പെങ്കൊച്ചുങ്ങള് നമ്മുടെ പ്രോഗ്രാമിലുള്ള സ്ഥിതിക്ക് എന്തിനാ ഈ 30 കഴിഞ്ഞ ചേച്ചിമാരെ അമ്മമാരെ സാറ് തെരഞ്ഞു പിടിച്ച് വളയ്ക്കുന്നത്? എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് 30-ഉം 35-ഉം ഒക്കെയാടാ സുരക്ഷിതം. അത് സഹകരണ ബാങ്കാ. 18-ഉം 19-ഉം ഒക്കെ നാഷണലൈസ്ഡ് ബാങ്കാ. നമ്മുടെ തറവാട് വരെ കൊണ്ടുപോകും. ഒടുവിൽ എനിക്ക് പൂജപ്പുരോ വീരോ വന്ന് കാണേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് എന്റെ പേടി. തിരുമലേ, പിന്നെ തിരുമലേ, നീ ആ നാക്കൊന്ന് നീട്ടിയേ. ഓ, ആശ്വാസമായി. കരുനാക്കല്ല. ഒരു ഫോൺ. റോങ് നമ്പർ. എനിക്ക് സമയമില്ല. ഹലോ, റോങ് നമ്പർ. പിന്നെ വിളിച്ചോളാം. വരണം പ്രേമസുലാൽ, വരണം. കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചുവല്ലേ സർക്കിൾ ഇൻസ്പെക്ടർ വാഹിദ് അബ്ദുൾ റഹ്മാൻ ഹാജി? എങ്ങനെ മനസ്സിലാക്കി എന്നാലോചിച്ച് അതിശയിക്കേണ്ട പ്രേമസുലാൽ. അതാണ് ലക്ഷണശാസ്ത്രം. സ്വാമി, പ്രേമസുലാലിന്റെ ഈ പേര് കാർന്നോമാരായിട്ടിട്ടതാണ്. അല്ല സാറേ, അല്ല സ്വാമി, അവരിട്ട പേര് പൈതലെന്നാ. അയ്യോ, പൈതൽ എങ്ങനെ പ്രേമസുലാലായി? അത് ഞാൻ തന്നെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് മാറ്റിയതാ. ഇപ്പൊ എന്റെ പേരിനകത്ത് പ്രേം നസീറുണ്ട്, മമ്മൂട്ടിയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, മോഹൻലാലുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ സ്വാമി. ഞാൻ അകത്തേക്ക് വലിക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും വരെ സിനിമയുണ്ട്. തൽക്കാലം നമുക്ക് വാഹിദേമാനെ കാണാം. നടന്നാലും വന്നാട്ടെ. ഓം ശാന്തി. ശാന്തി. മഹാരാജാവ് ഉണ്ടോടോ തിരുസന്നിധിയിൽ? സ്വാമി ഉണ്ട്. ചെന്നാട്ടെ. കലക്കി സ്വാമി, കലക്കി. സ്വാമിയുടെ സ്ലോ മോഷനുള്ള വരവ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. എന്തൊരു അലക്കായിരുന്നു. പക്ഷേ അവസാനം ഒരു വരിയുടെ കുറവുണ്ടായിരുന്നു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ ഒന്നിന് പോയിട്ട് വരട്ടെ. ഒറ്റ കളിക്കാണ്ടല്ലോ, 9 ദിവസം കഴിഞ്ഞിട്ട് താഴെ വീടുള്ളൂ. ടെറിബിൾട്ടൺ, 10 ഭീകരന്മാർ. നീയൊക്കെ സ്വയം ചാർത്തി കൊടുത്ത പേര് കൊള്ളാം. ഇപ്പൊ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഭീകര പ്രവർത്തനത്തിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നറിയാമടാ? അറിയാം സാർ. ഭക്ഷണക്രമം ഒന്ന് മാറ്റേണ്ടി വരും. രാവിലെ പൊറോട്ടയ്ക്ക് പകരം ഗോതമ്പിന്റെ ദോശ, ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിക്ക് പകരം ചാക്കരിയുടെ ചോറ്, അത്താഴത്തിന് ചപ്പാത്തിക്ക് പകരം കഞ്ഞിയും ചമ്മന്തി ഉണ്ട്. ചമ്മന്തി കഴിക്കുമോ?
നീ എന്താ സബ്ജക്റ്റിലെ മെനു ചൊല്ലി പഠിപ്പിക്കുക? എന്റെ പൊന്ന് സാറേ, ഇവൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പിന്നെ ഇവൻ എന്നെ ഉദ്ദേശിച്ചേ? അവനൊന്നും ഉദ്ദേശിച്ചില്ല. നീ എന്താ ഉദ്ദേശിച്ചേ? എനിക്കൊരൊറ്റ ഉദ്ദേശമുള്ളൂ, എനിക്ക് എങ്ങനെങ്കിലും ഇവിടെ ഊരണം. സാറിന്റെ അഭിപ്രായമല്ല. ചവിട്ടി ഞാൻ അല്ലാത്തിന്റെ എല്ല് ഞാൻ ഊരും. ഇയാളെന്താ ഇറച്ചു വിട്ട് പറഞ്ഞു? അയ്യോ എന്റെ അമ്മച്ചി. നീ എന്താടാ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. ഇവന് ഉദ്ദേശിച്ച അതല്ല സാറേ. നീ ഉദ്ദേശിച്ച ഏകദേശം ഉദ്ദേശം വെച്ചിട്ട് ഉള്ളത് ഞാൻ കേട്ടുകളയും. നീ പറയണത് ഞാൻ കേട്ടൂടാ, മുഴുവനും കേട്ടു. നിന്റെ ഈ കാല് ചവിട്ടി പിടിച്ച് മറ്റേ കാല് വലിച്ചു കീറി ഈ തൂണിന്റെ സൈഡിൽ തൂക്കിയിട്ടിട്ട് ഇറച്ചിയാട്ടി വെക്ക് ഞാൻ. നീ എയർ പിടിച്ച് ചത്തുപോണം. സാർ കുറച്ചുകൂടി മര്യാദയാവാം. ഞങ്ങൾ കോളനിയിലെ പിള്ളേർ അല്ല, കോളേജ് സ്റ്റുഡൻസാ. ഓഹോ, സ്റ്റുഡൻസാ. നീ കലണ്ടറിൽ ചോപ്പർഷം കണ്ടണ്ട, ശനി ഞായർ അന്നൊക്കെ കോളേജ് മുടക്ക. പുറത്ത് എപ്പ കണ്ട അപ്പ ഞാൻ വലിച്ചു കീറി കളയും. എപ്പ വിളിച്ച അപ്പ ഇവിടെ സ്പോട്ടിൽ എത്തിക്കണം. എടാ, ഈ ടെലിവിഷൻ കണ്ടുപിടിച്ചോ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചവനോ? ഇതൊക്കെ അറിഞ്ഞിട്ട് നിന്ന പരീക്ഷയ്ക്ക് പോവാ? അല്ല, രണ്ടിനെയും കൊല്ലാൻ. കാര്യം എന്താ വെച്ചാ പറയടാ. ഇവന്മാര് കാരണമാണല്ലോ ഈ പൊല്ലാപ്പ് മുഴുവൻ ഉണ്ടായത്. ഒരു റിയാലിറ്റി ഷോയും മണ്ണാങ്കട്ടയും ബാക്കിയുള്ളവനെ കിടക്കപ്പുറം ഇല്ലാത്തത്. എന്റെ അന്തോണിസ് പുണ്യാള ഏ സമയത്ത് ആരാ പോക്കാന്ന് ഒരു പിടിയില്ല. നിന്റെ നാക്ക് അറം പറ്റി. ദയ പട്ടേരി വരുന്നു. ഉപ്പേരിയോ? ഉപ്പേരിയും പപ്പടമൊന്നുമല്ല, പട്ടേരി, പരശുരാമൻ പട്ടേരി. അയാളുമായിട്ടാ അന്ന് രാത്രിയിൽ ഞാൻ കോർത്തത്. അയാൾ നമ്മളെ കാണണ്ട. ഓ, രക്ഷപ്പെട്ടു. വാ പോവാം. നിന്നെ സ്നേഹിച്ചു പോയ ഒരു കുറ്റത്തിന് ഈ നല്ല കൂട്ടുകാരനെ നീ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാ. നിന്നെ പോലെ ഒരു ഭൂലോകത്തിന്റെ കൂട്ടുകാരനാക്കി എന്റെ ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, പേടിച്ചിട്ടാ സാറാ ഞങ്ങൾ മുങ്ങി നടക്കുന്നത്. ആ ഗംഗാപ്രസാദിനെ കാണാതായ രാത്രിയിൽ ഇവൻ അവിടെ വന്നായിരുന്നല്ലോ, ആ ഗായത്രിയുടെ ചാരിത്രത്തിൽ സെക്യൂരിറ്റി കൊടുക്കാൻ. അന്ന് എന്റെ ഫോൺ എടുത്ത ഇവൻ അയാളെ ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് ആരുടെയും കൺവെട്ടത്ത് പെടാതെ നടപ്പ്. എന്താണെന്നറിയില്ല, എനിക്ക് മേലും എന്താ സഹിക്കാൻ കഴിയില്ല. ഏത് മുതുകാലനായാലും കൊലപ്പെടുത്തിയവന് എളുപ്പം കിട്ടാൻ നേർച്ചയും വഴിപാടും നേർന്നിരിക്കുക ഞങ്ങള്. ഏതായാലും ഞാനായിട്ട് നിങ്ങളെ ഒറ്റിക്കൊടുക്കില്ല. പക്ഷെ നിങ്ങളും എന്റെ കൂടെ നിൽക്കണം. 100 വട്ടം. ഞാൻ 100 വട്ടം.